ഹലോ എവരിവൺ, നമുക്ക് മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാം. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിലോട്ട് പോകണം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രോസസ്സും ട്രാൻസ്ഡ്യൂസേഴ്സും പഠിച്ചു. സെക്കൻഡ് മൊഡ്യൂളിലെത്തി ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മളിനി കുറച്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ ടോപ്പിക്കിലോട്ട് കടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന മെയിൻ ടോപ്പിക്സ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. ഇൻ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട്. അത് നമുക്ക് സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. DC സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ സർക്യൂട്ട്സ് ആൻഡ് DC ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ AC ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ മെഷർമെൻറ്റേഷൻ സിസ്റ്റത്തിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് വി ആർ കൺവേർട്ടിങ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു എൻ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി, അല്ലേ? ദ മെഷർമെൻറ്റ് ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം, ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദാറ്റ് a transducer which converts a physical quantity into electrical quantity. ഓക്കെ, നമുക്ക് ഈ കിട്ടുന്ന ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിന് ചിലപ്പോൾ കൃത്യമായ സ്ട്രെങ്തോ മാഗ്നിറ്റ്യൂഡോ ആംപ്ലിറ്റ്യൂഡോ അതൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനെ, ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ടിനെ നമുക്ക് വേണ്ട രീതിയിലോട്ട് പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു, സിഗ്നൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദ സെൻസർ ഔട്ട്പുട്ട് ഈസ് ബ്രോട്ട് ഇൻ ടു എ സഫിഷ്യൻറ്റ് ലെവൽ ടു മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ കൺവേർഷൻ, പ്രോസസ്സിങ്, ഇൻഡിക്കേഷൻ ഓർ റെക്കോർഡിങ്. നമുക്ക് വേണ്ട രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുകയൊക്കെ വേണം. ആ വേണ്ട രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ സിഗ്നൽ കണ്ടീഷനിങ് ദ സെൻസർ ഔട്ട്പുട്ട് ഈസ് ബ്രോട്ട് ഇൻ ടു എ സഫിഷ്യൻറ്റ് ലെവൽ ടു മേക്ക് ഇറ്റ് യൂസ്ഫുൾ ഫോർ കൺവേർഷൻ, പ്രോസസ്സിങ്, ഇൻഡിക്കേഷൻ ആൻഡ് റെക്കോർഡിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അത് നമുക്ക് ഇതിലെ സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലോട്ട് ഓഫ് പ്രോസസ്സ്. അതായത് ആംപ്ലിഫിക്കേഷൻ, സിഗ്നൽ അറ്റന്വേഷൻ, ഇൻറ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനെ ഒരുപാട് ലീനിയർ പ്രോസസ്സുകളും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള നോൺ ലീനിയർ പ്രോസസ്സും, അതായത് മോഡുലേഷൻ, ഡീമോഡുലേഷൻ, ഫിൽറ്ററിങ്, സാമ്പിളിങ്, ക്ലിപ്പിംഗ്, സ്ക്വയറിങ്, അങ്ങനത്തെ ഒരുപാട് നോൺ ലീനിയർ ഓപ്പറേഷൻസും പ്രോസസ്സസും ഒക്കെ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട്സിൻ്റെ ഭാഗങ്ങളായി മാറുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ സെൻസിങ് സ്റ്റേജ് ഉണ്ട്. സെൻസിങ് സ്റ്റേജിങ്ങിൽ കിട്ടുന്ന നമ്മുടെ സെൻസറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വേണ്ട രീതിയിലോട്ടുള്ള ഔട്ട്പുട്ടാക്കി മാറ്റുന്നതാണ് സിഗ്നൽ കണ്ടീഷനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് പ്രോസസ്സിങ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, പ്രോസസ്സിങ് സ്റ്റേജ് അത് നമുക്കൊരു മൈക്രോ കൺട്രോളറൊക്കെ വരുന്ന ഒരു കോൺഫിഗറേഷനാണ്. ഓക്കെ, അപ്പോൾ സിഗ്നൽ കണ്ടീഷനിൽ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കുറേ ഓപ്പാം കൺസിസ്റ്റ് ചെയ്യുന്ന സർക്യൂട്ട്സ്, ആംപ്ലിഫയേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വേരിയസ് പ്രോസസ്സിങ് സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ആംപ്ലിഫിക്കേഷൻ ഉണ്ട്, അറ്റന്വേഷൻ ഉണ്ട്, ഇൻറ്റഗ്രേഷൻ ഉണ്ട്, ഡിഫറൻസിയേഷൻ, അതുപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതിൻ്റെയൊക്കെ നമ്മൾ ഓപ്പാം സർക്യൂട്ട്സ് പഠിച്ചിട്ടുണ്ടാവും. ഓപ്പാം ആംപ്ലിഫയർ, ഓപ്പാം ഇൻറ്റഗ്രേറ്റർ, ഓപ്പാം ഡിഫറൻഷിയേറ്റർ, അല്ലേ? ഓക്കെ, അങ്ങനെ ഒരുപാട് ലീനിയർ പ്രോസസ്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെയും പ്രോസസ്സുകളായിട്ടുള്ള മോഡുലേഷൻ, ഡീമോഡുലേഷൻ, സാമ്പിളിങ്, ഫിൽറ്ററിങ്, അങ്ങനത്തെ ഒരുപാട് പ്രോസസ്സുകളൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നതാണ് സിഗ്നൽ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താണ് സിഗ്നൽ കണ്ടീഷനിൽ വരുന്നത്, നമ്മുടെ സെൻസർ ഔട്ട്പുട്ട് നമുക്ക് വേണ്ട സഫിഷ്യൻറ്റ് ലെവലിലോട്ട് മാറ്റുന്നു, അതിനെ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് സിഗ്നൽ പ്രോസസ്സിങ് സർക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ പ്രോസസ്സിങ് സർക്യൂട്ട്സിൽ സെൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് സെൻസേഴ്സിന് രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലേ, പാസീവ് ട്രാൻസ്ഡ്യൂസറും അതേമാതിരി തന്നെ ആക്റ്റീവ് സെൻസേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും. അപ്പോൾ പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് നമ്മൾ എക്സ്റ്റേണൽ ഒരു പവർ സപ്ലൈ കൊടുത്താൽ മാത്രമേ ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുള്ളൂ.
ആ അത്രയും കണ്ടീഷനിൽ നമ്മൾ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് രണ്ട് പർപ്പസിനാണ് ഉപയോഗിക്കുക. നമുക്ക് എന്താണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണെങ്കിൽ അല്ലെങ്കിൽ പാസീവ് സെൻസർ ഉള്ള നമ്മുടെ ഒരു സർക്യൂട്ട് ആണെങ്കിൽ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് നമ്മൾ അതിനൊന്ന് പവർ സപ്ലൈ വേണം. പവർ സപ്ലൈ ഉണ്ടെങ്കിലേ വർക്കില്ല. അപ്പോൾ സിഗ്നൽ കണ്ടീഷനിങ് ഡിവൈസിന് പവർ സപ്ലൈ കൊടുക്കും. അതേമാതിരി ആംപ്ലിഫിക്കേഷൻ എന്താ പ്രോസസ്സ് അതിനോട്ട് ചെയ്യേണ്ടത്, അതാണ് രണ്ട് പർപ്പസാണ് സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് നടക്കുന്നത്. നേരെ മറിച്ച് ആക്റ്റീവ് സെൻസർ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം, പവർ സപ്ലൈ വേണ്ട, ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, ആംപ്ലിഫിക്കേഷൻ സിസ്റ്റം ആയിട്ട് മാത്രമേ നമ്മൾ എന്ത് വർക്ക് ചെയ്യുള്ളൂ, സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ. ആംപ്ലിഫിക്കേഷൻ ഓൺലി റിക്വയർഡ്. ഓക്കെ, നമുക്ക് ബേസ്ഡ് ഓൺ ദ എക്സൈറ്റേഷൻ ഗിവൺ ടു ദ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട്, കണ്ടീഷനിങ് സർക്യൂട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളൊരു എക്സൈറ്റേഷൻ കൊടുക്കണ്ടേ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ എക്സൈറ്റേഷൻ ഗിവൺ ടു ദ സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് വി ക്ലാസിഫൈഡ് ദ സിസ്റ്റം ഇൻ ടു DC സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റം ആസ് വെൽ ആസ് AC സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ DC സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ മെഷറൻ്റ് എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ സെൻസർ വെച്ചിട്ട് നമ്മൾ അതിനെ മെഷർ ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വന്നു. ഈ ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ടിന് നമ്മളിനി കണ്ടീഷനിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഒരു ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ടാവും. ജനറലി ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. ദ ബ്രിഡ്ജ് ഈസ് മെയിൻലി എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് and it is excited by a DC source. The bridge is mainly a Wheatstone bridge and excitation given to the bridge is by from a DC source. Okay, അതുകൊണ്ടാണ് we are calling it a DC signal conditioning system. Now we know that there are 4 arms in a bridge. അല്ല, Wheatstone bridgeന് there are 4 arms. ഇത് ആംസിൽ what we are using a resistance transducer, any one or more than one arm. ഏതെങ്കിലും ഒരു ആമോ അല്ലെങ്കിൽ മിനിമം ഒരു ആമെങ്കിലും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ആം ഓഫ് എ ബ്രിഡ്ജ് ഈസ് എ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. എക്സാമ്പിൾ ഒരു സ്ട്രെയിൻ ഗേജ് റെസിസ്റ്റൻസ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസറൊക്കെ ആയിരിക്കാം. മോർ ദാൻ വൺ ആയിട്ടുള്ള കോൺഫിഗറേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രാൻസ്ഡ്യൂസർ ഔട്ട്പുട്ട് വാരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബ്രിഡ്ജിലെ വാല്യൂസ് റെസിസ്റ്റൻസ് മാറും, ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് വി ക്യാൻ ബാലൻസ് ദ ബ്രിഡ്ജ് യൂസിങ് എ പൊട്ടൻഷ്യോമീറ്റർ. നമുക്കൊരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് the bridge can be balanced using a potentiometer and can also be calibrated to indicate unbalanced condition. Unbalanced condition വരുന്നത് നമുക്ക് we can also നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് വേറെ കാലിബ്രേഷൻ ആൻഡ് സീറോയിങ് നെറ്റ്വർക്ക് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ ഇപ്പോൾ കിട്ടുന്ന കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് ബ്രിഡ്ജിൻ്റെ ഔട്ട്പുട്ട് എവിടേക്ക് കൊടുക്കുന്നത്, വി ആർ ഗിവിങ് ഇറ്റ് ടു എ DC ആംപ്ലിഫയർ. ദ ബ്രിഡ്ജ് ഔട്ട്പുട്ട് ഈസ് ഗിവൺ ടു എ DC ആംപ്ലിഫയർ. നമുക്കിവിടെ DC ആംപ്ലിഫയർ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ DC സോഴ്സാണ്, ഇത് കാലിബ്രേഷൻ ആൻഡ് സീറോയിങ് നെറ്റ്വർക്കാണ്. ദെൻ പവർ സപ്ലൈ വേണം, ആംപ്ലിഫയർ ആണ്, പവർ സപ്ലൈ വേണം. ഓക്കെ, അപ്പോൾ ജനറലി വി ആർ യൂസിങ് എ ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് ഹൈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അപ്പോൾ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, വി ആർ യൂസിങ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് ഹൈ CMMR, കോമൺ മോഡ് റിജക്ഷൻ, CMR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഓക്കെ, ദെൻ അതുമാതിരി തന്നെ ദിസ് ആംപ്ലിഫയർ, DC ആംപ്ലിഫയറിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ഹാവ് തെർമൽ ആൻഡ് ലോങ് ടൈം സ്റ്റെബിലിറ്റി ഉള്ള ആംപ്ലിഫയർ ആവും ഉപയോഗിക്കുക. ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ആംപ്ലിഫയർ ഈസ് ഡ്രിഫ്റ്റ്. ഓക്കെ, ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പാം ആംപ്ലിഫയറിൻ്റെ സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന്. അപ്പോൾ ഈ ഡ്രിഫ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി ആർ യൂസിങ് എ ലോ ഡ്രിഫ്റ്റ് DC ആംപ്ലിഫയർ. ഓക്കെ, വി ആർ യൂസിങ് സ്പെഷ്യൽ ലോ ഡ്രിഫ്റ്റ് DC ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് ആ ഡ്രിഫ്റ്റിൻ്റെ പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. ദെൻ ഈ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വി ആർ ഗിവിങ് ടു എ ലോ പാസ് ഫിൽറ്റർ. ദ റിപ്പിൾ presence in the amplifier output is filtered using low pass filter. Okay, then we are getting the DC output of the output from the filter and it is available to the user. Okay, these are the
മെയിൻ components and working of DC signal transformer, DC signal processing, DC signal conditioning system. ഓക്കെ, ഇതിപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, then let's move into AC signal conditioning system. AC signal conditioning system ബ്ലോക്ക് ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉണ്ട്, അതിലേതെങ്കിലും വൺ ഓഫ് ദ ആം ഷുഡ് ബി എ ട്രാൻസ്ഡ്യൂസർ, നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ കാലിബ്രേഷൻ ആൻഡ് സീറോയിങ് നെറ്റ്വർക്ക്. ദെൻ ബ്രിഡ്ജിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ കൊടുത്തു, AC ആംപ്ലിഫയറിന് കൊടുത്തു. ഈ ഇവിടെ നമുക്ക് പവർ കൊടുക്കുന്നത്, AC പവർ കൊടുക്കുന്ന ഒരു ഓസിലേറ്ററാണ്, കാരിയർ ഓസിലേറ്റർ. ആ ഓസിലേറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രിഡ്ജിലോട്ടും പവർ കൊടുക്കുന്നു. അതേമാതിരി നമ്മുടെ ഫേസ് സെൻസിറ്റീവ് ഡീമോഡുലേറ്റർ ആ ഒരു ബ്ലോക്കിലോട്ട് റെഫറൻസ് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ദെൻ ലോ പാസ് ഫിൽറ്റർ, ഈ നമുക്ക് ബ്രിഡ്ജിൽ നിന്ന് കിട്ടുന്ന സിഗ്നലിനെ ഈ AC ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലാക്കി മാറ്റുന്നു. ആ മോഡുലേറ്റഡ് സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫേസ് സെൻസിറ്റീവ് ഡീമോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു ലോ പാസ് ഫിൽറ്റർ വെച്ച് എടുക്കുന്നു. ദെൻ ഔട്ട്പുട്ട് ഫ്രം ദ LPF ഈസ് ഗിവൺ ടു എ എൻഡ് യൂസർ. ഓക്കെ, ദെൻ നമുക്ക് ഇത്രയും ഈ ബ്ലോക്കിലുള്ള, അതായത് AC ആംപ്ലിഫയർ, കാരിയർ ഓസിലേറ്റർ, ഫേസ് സെൻസിറ്റീവ് ഡീമോഡുലേറ്റർ, LPF, ഇതിനെല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്ന പേരാണ് ലോക്ക് ഇൻ ആംപ്ലിഫയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് AC സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ടിൽ പറയുന്നത്. ദ എക്സൈറ്റേഷൻ ഈസ് ഗിവൺ ഫ്രം എ കാരിയർ ഓസിലേറ്റർ. നമ്മൾ പറഞ്ഞു കാരിയർ ഓസിലേറ്റർ എന്ന് ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ആസ് വൺ ആം or more than one arm is excited by the carrier oscillator. ബ്രിഡ്ജിന് കൊടുക്കുന്ന ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു AC വേവ് ഫോം ആയിരിക്കും, അതാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ഈസ് അപ്ലൈഡ് ടു ദ ബ്രിഡ്ജ് സർക്യൂട്ട്. അത് നമ്മൾ നേരത്തെ കണ്ടു. ഹൂസ് ഔട്ട്പുട്ട് ഈസ് ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് കാരിയർ സിഗ്നൽ. അതായത് നമ്മുടെ കൊടുത്തിട്ടുള്ള ബ്രിഡ്ജിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ ആയിരിക്കും. ദെൻ the signal is amplified by an AC amplifier. Then amplified modulated output is demodulated by a phase sensitive demodulator. Then last one നമുക്ക് എന്താ പറയുക, LPF എന്ന് നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കളക്ട് ചെയ്യാം. ദെൻ ഇതിനെല്ലാം കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ലോക്ക് ഇൻ ആംപ്ലിഫയർ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ കമ്പോണൻസ് എല്ലാം കൂടിയിട്ട് ഫേസ് ഷിഫ്റ്റ്, അതേമാതിരി ലോ പാസ് ഫിൽറ്റർ, കാരിയർ ഓസിലേറ്റർ, ദെൻ AC ആംപ്ലിഫയർ, ഓൾ ടുഗദർ വി ആർ കോൾഡ് ലോക്ക് ഇൻ ആംപ്ലിഫയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് AC സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ വരുന്നത്. ഇത്രയും 2 സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റംസാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആണ് നെക്സ്റ്റ് വരുന്നത്. അത് നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. ഓക്കെ.